Hi guys, welcome to our YouTube channel. So നമ്മളിന്ന് എവിടത്തേക്കാ പോവാൻ പോകുന്നത്? We are on the way to Hatta. Yes, let's go. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. We are very excited ആണ്. ഞങ്ങൾക്ക് എങ്ങനെയാണ് വ്ലോഗ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഫസ്റ്റ് വ്ലോഗ്. അതിന്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കുക. ഇതെന്റെ സിസ്റ്ററാണ്, ഇതെന്റെ ബ്രദറിലോ ആണ്. അപ്പൊ ഞങ്ങളിത് എവിടെയാണ് നമ്മള് അൽനാദ മെട്രോ സ്റ്റേഷൻ. അപ്പൊ നമുക്ക് അങ്ങനെ ഹട്ടയിലേക്ക് മൂവ് ചെയ്യാം. എപ്പോഴാ എനർജി വരട്ടെ ചേച്ചി എന്തോ കാര്യമായ ആലോചനയിലാണ് കഴിച്ചത്. ഇത് നമ്മൾ ഹട്ടയിലേക്ക് പോകുന്ന റൂട്ടാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ളും മരുഭൂമികളും മലകളൊക്കെയാണ്. അതായത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കാഴ്ചകൾ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാനായിട്ട്. കണ്ടോ, വലിയ വലിയ മലകളാണ്, നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. നല്ലൊരു നല്ല വ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ലീം ലേക്കിലാണ്. ഇത് ലീം ലേക്കാണ്. അവിടെ വലിയ തിരക്കുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ പോയത് വീക്ക് ഡേയ്സിലായിരുന്നു, അതുകൊണ്ടാണ് വലിയ തിരക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നു. പിന്നെ വെയിലുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. കണ്ടോ, ആൾക്കാരോ തിരക്കുകളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഒരു ലേക്ക്, അതുപോലെ കുറേ അവിടെ നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ. ഇത് ലീം ലേക്കാണ്. ലീം ലേക്കിൽ എന്താ അരയനാണോ താറാവാണോ എന്താണെന്നറിയില്ല. അതിലിങ്ങനെ കുറേ അത് അരയനാണെന്ന് തോന്നുന്നു. അതിങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഹട്ട ഡാം. ഹട്ട ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടും പിന്നെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. Hello guys, finally we reached Hatta Dam. ഇതാണ് ഹട്ട ഡാം. ഈ പ്ലേസ് ആയിട്ടാണ് തോന്നുന്നു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റും. ഞാനിപ്പോൾ കാണുന്നതാണ് ഹട്ട ഡാം എന്നാണ് ഇവിടെ കാണുന്നത്. ചേട്ടനെ ചേച്ചി എന്തോ ഭയങ്കരമായ തിരക്കില്ലാന്ന് തോന്നുന്നു. അടിപൊളി സ്ഥലമാണ്, സൂപ്പർ. കുറച്ച് വെയിലുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഹട്ട ഡാമിൽ കയാക്കും ബോട്ടിങ്ങൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് 3 പേർക്ക് കയറാൻ പറ്റിയൊരു ബോട്ടാണ് ചൂസ് ചെയ്തത്. യെല്ലോ ബോട്ട് എന്നുണ്ട്. അവിടെ 150 ദിർഹംസ് ആണ് വരുന്നത്. കയാക്കിങ്ങിൽ ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് പേടിയാണ് ഗൈസ്, 3 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് കയറാൻ പറ്റിയ ബോട്ടാണ് ചൂസ് ചെയ്തത്. റെഡി സെറ്റ് ഗോ. ഞങ്ങളപ്പോൾ ഇവിടെ 3 പേർക്കുള്ള ബോട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇവിടെ ലൈഫ് ജാക്കറ്റ് സെറ്റാണ്. അപ്പം ഞങ്ങളിതേ ബോട്ടിലൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ പെടലിൽ ചവിട്ടി പോവാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ. പാട്ട് പാടിയാലോ നമുക്ക്? ഓക്കെ, നമുക്ക് കുട്ടനാടൻ കായലിലെ പാട്ട് പാടാം. ഇത് ഹട്ടക്കായലാണ്, നോട്ട് കുട്ടനാടൻ കായല്. ഓക്കെ, പാട്ട് പാടി. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാട്. ഏത് പാട്ടാ പാടുന്നത്? കുട്ടനാടൻ കായലിലെ. കുട്ടനാടൻ കായലിലെ കുറച്ച് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കൊച്ചക്കറുമ്പി. നമ്മളെങ്ങോട്ടാണ് പോണ്ടേ? ഡയറക്ഷൻ പറയൂ, ഡയറക്ഷൻ പറയൂ. അങ്ങോട്ടാ? ശരി ഗൈസ്, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. പാട്ട് നിർത്ത്, പാട്. ഓക്കെ. കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കൊച്ചക്കറുമ്പി. സൂപ്പർ. അതിൽ കയറിയപ്പോ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ട് വൈക്കത്ത് തൊട്ട് വേമ്പനാട്ട് കായലിന് എടുത്താന്ന് പറഞ്ഞിട്ട് കൂടി വള്ളത്തിൽ പോലെ ഞങ്ങളാണ്
വെള്ളത്തിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് നമ്മള് അവിടുന്ന് കണ്ണൂരിൽ ആന്റിയൊക്കെ വന്ന സമയത്ത്. അപ്പം ഞങ്ങളിത് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾ വന്നത് ഹട്ട ഹെറിറ്റേജ് വില്ലേജിലാണ്. ഇവിടെ എല്ലാം ഒരു പഴയ ഒരു ടൈപ്പാണ്. എല്ലാം കെട്ടിടങ്ങളായാലും കുറേ ഷോപ്പുകൾ, അതുപോലെ തന്നെ കുറേ ഫുഡിൻ്റെയൊക്കെ ഷോപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് തോന്നിയത് ഈവനിങ് ആണ് അവിടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ തോന്നുന്നു. പക്ഷേങ്കിലും നല്ല രസമുണ്ട്. എല്ലാം ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് 360 വ്യൂ വരുന്നത്. അവിടത്തേക്കാണ് നമ്മൾ ഇതുപോലെ നടന്ന് കയറുന്നത്. ഗൈസ് നടന്ന് ഞങ്ങളുടെ ഹൂപ്പായിട്ട് ഇളകി എന്ന് പറഞ്ഞാൽ മതി. ചേച്ചിയൊക്കെ ദേ അവിടെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. മുകളിലോട്ട് കയറിയപ്പം അയ്യോ ഒരു രക്ഷയില്ല നടപ്പ്. പക്ഷേ നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാം നമുക്കിതുപോലെ 360 വ്യൂവിൽ നമുക്ക് ഹട്ട ഫുൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇത് ഹട്ട സോൺ ലേക്കാണ്. ഇവിടെ അങ്ങനെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഫുള്ള് സൈലൻ്റ് ഏരിയ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഫുഡൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് കഴിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു നിന്നു. പിന്നെ ഞങ്ങൾ പോയത് ഹട്ട വാദി ഹബിലേക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, അഡ്വെഞ്ചർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഞങ്ങളിതിൽ ഒന്നിലും കയറിയില്ല. ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാമെന്ന് പ്ലാൻ ചെയ്താണ് പോയത്. അപ്പം ഞങ്ങളവിടെ ചെന്ന ടൈമിൽ ഒരു ലേഡിക്ക് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു സിപ്പ് ലൈനിൽ വെച്ചിട്ട്. അപ്പം അത് കണ്ട് പേടിച്ചിട്ട് ഗൈസ് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു, കുറച്ചേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത്. കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക്. ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ആക്ച്വലി ടയേർഡായി. കാരണം മോർണിംഗ് ആണ് തുടങ്ങിയതാണ് ട്രിപ്പ്. ഇപ്പോൾ ഈവനിങ് ആയി. ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ടയേർഡായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. ഗൈസ് ഞങ്ങളുടെ ഹട്ട ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് പോവുകയാണ്. ചേച്ചിയൊക്കെ ഫുൾ ഉറക്കമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.